ഹലോ എവരി വൺ, ഐ ആം ഡോക്ടർ മുഷ്താഖ്, യുവർ ഡെൻറ്റിസ്റ്റ്. ഞാൻ നമ്മുടെ നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. ഇന്നും അതിനെ സംബന്ധിച്ചിട്ടൊരു ഒരു 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 ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നില്ല. ആ കേസിൽ വന്നുപെട്ട ആരും എല്ലാവരും കുറ്റക്കാരിയാണ് എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങ് വിട്ടുകളഞ്ഞ, എന്നാൽ സോഷ്യൽ മീഡിയയുടെ അറ്റാക്ക് മുഴുവൻ നേരിട്ട ഒരു വ്യക്തി ഡോക്ടർ സംഗീത. അവർ ഇതിൻ്റെ അകത്ത് വന്ന് എങ്ങനെ ലോക്കായി എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. കാരണം ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നു. സംഗീത മാം അങ്ങനെ ചെയ്യില്ല, സംഗീത മാം പാവുക, അവർക്ക് പഠിപ്പിക്കാൻ മാത്രമേ അറിയൂ, അവർ പിള്ളേരെ അങ്ങനെ ദ്രോഹിക്കുന്ന ഒരാളല്ല എന്ന് തന്നെയാണ് എല്ലാ കുട്ടികളും പറയുന്നത്. പക്ഷേ നിതിൻ വീട്ടിൽ വിളിച്ച് ഇങ്ങനെ ഒരാളുടെ പേര് പറഞ്ഞു എന്ന് വെച്ച് മാത്രം ആ ഒരു സ്ത്രീയെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആരും തന്നെ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ പഠിച്ചു പോയ സ്റ്റുഡൻസ്, സ്റ്റാഫ് ആരും ആ ഒരു മാഡത്തിനെ ആരും ഇതുവരെ ഇതുപോലെയുള്ളൊരു കുറ്റം ചെയ്തതായിട്ടോ മറ്റേതെങ്കിലും കുട്ടികളെ ഇതുപോലെ ഹരാസ് ചെയ്തതായിട്ടോ റിപ്പോർട്ടില്ല. പിന്നെ അവരുടെ പേരാകെ ഈ നിതിൻ്റെ വീട്ടിൽ നിതിൻ ഫോൺ വിളിച്ചപ്പോൾ അമ്മയോടോ സിസ്റ്ററോടോ ആരോടോ പറഞ്ഞു എന്ന ഒരു കാര്യം വെച്ച് മാത്രം അവരെ അറ്റാക്ക് ചെയ്യുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ HOD ഒരു കുട്ടിയോട് എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം മറ്റൊരു സ്റ്റാഫ്, എത്ര ജൂനിയർ സ്റ്റാഫ് ആയിക്കൊള്ളട്ടെ, അവരെ എതിർത്ത് പറയാനുള്ള ധൈര്യം, ഇപ്പോൾ പിള്ളേർക്ക് സ്റ്റാഫിനെ പേടിയാണ് എന്ന് പറയുന്നത് പോലെ തന്നെ സീനിയർ സ്റ്റാഫിനെ ജൂനിയർ ഡോക്ടേഴ്സിനും പേടിയാണ്, ജൂനിയർ സ്റ്റാഫിനും പേടിയായിരിക്കാം. അവർ അതിൻ്റെ അകത്ത് മേ ബി ഒരു പാവം സ്ത്രീയാണ്. എല്ലാ സ്റ്റുഡൻസും പറയുന്നുണ്ട്, സ്റ്റുഡൻസ് ആയിക്കൊള്ളട്ടെ, അവിടെ പാസ് ഔട്ട് ആയവരായിക്കോട്ടെ, അവിടെ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, സംഗീത മാം എന്ന് പറഞ്ഞാൽ അവിടെ വരുന്നു, പഠിപ്പിക്കുന്നു, പോകുന്നു, കുട്ടികളെ നന്നായി പഠിപ്പിക്കുന്ന, വളരെ സോഫ്റ്റായിട്ട് മാത്രം സംസാരിക്കുന്ന, പ്ലീസ് ഡ്രോ ലൈക്ക് ദീസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സോഫ്റ്റായി മാത്രം സംസാരിക്കുന്ന കുട്ടികളെ അത്ര ഇഷ്ടപ്പെടുന്ന ഒരു മാം ഈ ഒരു പ്രശ്നത്തിൽ വന്നു പെട്ടത്, ഒരു സോഷ്യൽ മീഡിയ അറ്റാക്കിൽ വന്നു പെട്ടത് ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. സോഷ്യൽ മീഡിയയുടെ ഇന്നത്തെ കാലത്തെ ഒരു പ്രശ്നമായിരിക്കാം അവരെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തത് ശരി. പക്ഷേ റാം എന്ന് പറയുന്ന ആൾക്ക് ഈ ഒരു അറ്റാക്കിൽ വന്നു പെട്ടതിനൊരു കാരണമുണ്ട്. ബിക്കോസ് ഇതിനു മുമ്പും പ്രീവിയസ് ഹിസ്റ്ററിയും എല്ലാ കുട്ടികളുടെ ഒരു അഭിപ്രായങ്ങളും എല്ലാം പുള്ളിക്കെതിരാണ്. എന്നാൽ സംഗീത മാമിനെതിരെ ഇതുവരെ ഒരു കുട്ടിയും അങ്ങനെ പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. ഞാൻ കുറേ അന്വേഷിച്ചു. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ കോൾസ് വന്നു, കുറേ മെസ്സേജസ് വന്നു. സംഗീത മാം അങ്ങനെയല്ല, അങ്ങനെ ചെയ്യില്ല, അവരിതിൽ പെട്ടുപോയതാണ്, അവരെ ലോക്കാക്കിയതാണ്, അങ്ങനെ പറഞ്ഞ് കുറേ മെസ്സേജസും ഒക്കെ കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഇവർ ചെയ്ത് ശരിയായി എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇന്ന് അവർ അന്വേഷണ സംഘത്തിൽ മുമ്പിൽ ഹാജരായി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ വന്നു. അതിൻ്റെ അടിയിലുള്ള കമൻസ് അൺസഹിക്കബിൾ, ഭയങ്കര മോശം കമൻസ്. കാരണം അവർ മേ ബി ഇതിൽ പെട്ട് ലോക്കായി പോയതാകും. കാരണം റാം ചിലപ്പോൾ കുട്ടിയോട് ഫയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവർ ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാവില്ല. എന്നൊരു കാരണം വെച്ച് ഒരാളുടെ ജീവിതം തകർക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അവർ നന്നായിട്ട് സോഷ്യൽ മീഡിയ അറ്റാക്ക് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ബട്ട് പുള്ളിക്കാരുടെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി, കുട്ടികളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാം, പിള്ളേർ പഠിക്കണം, പഠിച്ച് പാസ്സാവണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുമായി വന്ന് പിള്ളേരെ പഠിപ്പിക്കുക മാത്രം ചെയ്യുന്ന ഒരു സ്റ്റാഫ് എങ്ങനെ ഇതിൽ ലോക്കായി? അതൊരു ചോദ്യമല്ലേ. അവരെ ആ ഒരു കാരണം കൊണ്ട് അവരെ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്യുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം അവർക്കൊരു സപ്പോർട്ട് കൊടുക്കണമെന്ന് തോന്നി. സപ്പോർട്ടല്ല, അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അതിന് വേണ്ട ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. ബട്ട് അവർ ചെയ്യുന്നതിന് ഒരു ചെയ്തോ ഇല്ലയോ എന്ന് നമ്മളിവിടെ കിടന്ന് അവിടെ ഇവിടെ നിന്ന് വെച്ചപ്പാട് എടുക്കുന്നതല്ലല്ലോ. അവർ കുട്ടികൾ പറയുന്ന, അല്ലെങ്കിൽ അവർക്ക് ഇതുപോലെയുള്ള ഒരു പ്രീവിയസ് ഹിസ്റ്ററിയോ പിള്ളേരോട് മോശമായി അനുഭവപ്പെട്ട, അത് ഏതെങ്കിലും കുട്ടികൾ മോശമായി പെരുമാറി എന്നോ ഒന്നും കേൾക്കുന്നില്ല. ബട്ട് ഇതിൻ്റെ വീട്ടിൽ വിളിച്ച് ഇങ്ങനെ അമ്മയോട് ഇങ്ങനെ ഒരു സംഗീത എന്ന് പറഞ്ഞൊരു പേര് ആ അമ്മ ഓർത്ത് വെച്ച് പറഞ്ഞു എന്നത് ഒറ്റ കാരണം കൊണ്ട് ആ ഒരു ആളെ ആക്രമിക്കുന്നത് ശരിയായിട്ട് തോന്നിയില്ല. എന്തായാലും സത്യം പുറത്തു വരട്ടെ, നീതി നടപ്പിലാവട്ടെ. അപ്പം എല്ലാവരും ഒന്ന് ചിന്തിക്കണം. കാരണം ഇത്
എന്തോ എന്തോ ഒരു 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 ബാഡ് എനിക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഇട്ടതും അതുപോലെ തന്നെ എനിക്ക് വന്ന മെസ്സേജസ് കമൻറ്റ്സ് എല്ലാം കൊണ്ടും എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഇന്ന് അവരുടെ ആ വീഡിയോ അവരുടെ പോലീസിന് മുന്നിൽ ഹാജരായി പുറത്തോട്ട് പോകുന്ന ആ വീഡിയോ കണ്ടപ്പോഴും എനിക്കൊരു എന്തോ ആസ് എ പേഴ്സൺ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നി. കാരണം ഞാൻ കേട്ടതെല്ലാം അവർ നല്ലതായിട്ടാണ്. അപ്പം അവർ ഇങ്ങനെ ഒരു കേസിൽ ലോക്കായി പോയി എന്ന് കേട്ടപ്പം എനിക്ക് തോന്നിയപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും അവരെ അറ്റാക്ക് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ചിന്തിക്കുക. മേ ബി അവർ ലോക്കായതായിരിക്കാം. ഒരു കുട്ടികൾക്കും അവരെക്കുറിച്ചൊരു മോശം അഭിപ്രായം ഞാൻ കേട്ടില്ല. അവരത് ചെയ്യാനും സാധ്യത കുറവാണെന്നാണ് എല്ലാ കുട്ടികളുടെയും അഭിപ്രായം. മേ ബി ഒരു ഡിപ്പാർട്ട്മെൻറ്റിലൊരു HOD അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞപ്പോൾ ഒരു കുട്ടിയോട് ചിലപ്പോൾ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് പറഞ്ഞപ്പം അവർ മിണ്ടാതെ ഇരുന്നു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് ഒരു സ്ത്രീയെ അറ്റാക്ക് ചെയ്യുന്നത് ശരിയല്ല. ഒരു സ്ത്രീയല്ല, ഒരു ടീച്ചറെ അറ്റാക്ക് ചെയ്യുന്നത് ശരിയല്ല. അത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും സീനിയർ സ്റ്റാഫുകൾ എന്തെങ്കിലും ചെയ്യുമ്പം അതിന് ജൂനിയർ സ്റ്റാഫ് മിണ്ടിയില്ല അല്ലെങ്കിൽ അതിന് പ്രതികരിച്ചില്ല എന്ന് കരുതി അവരെ ഇത്രമാത്രം ഒരു സോഷ്യൽ മീഡിയ അറ്റാക്കിന് വിട്ടുകൊടുക്കുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. ദാറ്റ്സ് വൈ